കല്യാണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോകുന്നത്. വന്നിട്ട് 3 ദിവസമായി. വൈകിട്ട് ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പോകുന്നതിന് മുമ്പ് ചായ കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇക്കാടുമ്മ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പഴംപൊരിയാണ് പൊരിച്ചത്. ഇക്കാടുമ്മയാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന പെട്ടിയൊക്കെ കുറച്ചൊക്കെ ഒതുക്കിയെടുത്തു. ഇനിയും ഉണ്ട് കുറച്ചൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാനായിട്ട്. ബാക്കിയൊക്കെ വീട്ടിൽ പോയി വന്നിട്ടാവും ചെയ്യുന്നത്. എനിക്ക് ഈ പറമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചായ കുടിക്കുന്നതൊക്കെ ഇതൊക്കെ കണ്ടിട്ടാണ്. വൈകിട്ട് 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചെങ്കിലും ഇറങ്ങിയത് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇക്കാടെ പെങ്ങളുടെ വീട്ടിലൊന്ന് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഉമ്മാനെ അവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അവിടെയൊന്നും പോകാറില്ലെങ്കിലും ഇങ്ങനെയൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴെപ്പോഴും കാണുന്നവർക്ക് ഇതൊന്നും വലിയ സംഭവമല്ലായിരിക്കും, പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതൊക്കെ ഒരു സന്തോഷം കിട്ടുന്ന കാര്യമാണ്. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. രാത്രിയായപ്പോൾ എൻ്റെ ആങ്ങളമാരും ഭാര്യമാരും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചിരുന്നിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. അവർ പോയപ്പോൾ ഒരു 2:30 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ എൻ്റെ ഉമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഒരു 3:30 മണി ആയിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും വാപ്പ പൊരിച്ച കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഞങ്ങൾ എഴുന്നേറ്റ് വരാൻ വേണ്ടി വാപ്പ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇതൊക്കെ മിസ് ചെയ്യുമല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പോഴേ എനിക്ക് വിഷമമാണ്. പക്ഷേ ഉള്ള സമയം ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുന്നു.